blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്നുള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ട്രിവാൻഡ്രത്ത് നിന്നുള്ള ആംബ്രോസിനായും ശൈലജയ്ക്കായും പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ ജോയ് മോനെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. തൻ്റെ വിവാഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. നാഷിക്കിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഹസ്ബൻഡിന് ജോലിയിൽ അനുഗ്രഹവും അതുപോലെ കർത്താവ് നല്ല ആരോഗ്യവും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കണ്ണിൻ്റെ അസുഖത്തിൽ നിന്നും മയോപ്പിയയിൽ നിന്നുമുള്ള പൂർണ്ണ സൗഖ്യം ആ മകന് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് ആലപ്പുഴയിൽ നിന്നുള്ള റേച്ചൽ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ബിനീഷിൻ്റെ വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ധാരാളമായ അനുഗ്രഹങ്ങൾ ആ മകൻ്റെ മേൽ ചൊരിയണമേ. റേച്ചൽ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഡിസ്ക് പ്രോബ്ലം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള രോഗസൗഖ്യം ഈ നിമിഷം മുതൽ ആ ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങട്ടെ. കോട്ടയത്തു നിന്നുള്ള ജാൻസ്ലിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ സ്പൈനൽ പ്രോബ്ലം സൗഖ്യമാകട്ടെ. സമാധാനം നിറഞ്ഞ ഒരു ജീവിതം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ സജിയെ അനുഗ്രഹിക്കണമേ. കർത്താവ്, താൻ മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായും സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. അതുകൂടാതെ കർത്താവ്, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അങ്ങ് മാറ്റിക്കൊടുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇന്നത്തെ ഓരോ സ്പോൺസറേയും കർത്താവ് ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇനി തുടർന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നടന്ന വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശം, അതുപോലെ തന്നെ അവിടെ നമ്മൾ കേട്ട അത്ഭുതകരമായ സാക്ഷ്യങ്ങളുമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ അത് ശ്രദ്ധിക്കുക. How to enter the presence of God? Number one, first of all, confess your sins. എങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്? അതിനുള്ള ഒന്നാമത്തെ പടി എന്നുള്ളത്, ഒന്ന് എഴുതുക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. Many people believe that if we should enter a holy place, we should take bath first. ഒത്തിരി ആളുകളും ചിന്തിച്ചിരിക്കുന്നത് നമ്മളൊരു വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ആദ്യമേ തന്നെ ഒരു കുളിയൊക്കെ നമ്മൾ നടത്തണം. I am not against taking bath. കുളിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും എതിരല്ല. Take once or twice or 100 times, no problem. ഒന്നോ രണ്ടോ 100 കണക്കിന് പ്രാവശ്യമോ ഒരു ദിവസം നിങ്ങൾ കുളിച്ചോളൂ, ഒരു പ്രശ്നം. God is not looking into our physical cleanliness. എന്നാൽ ദൈവം ഒരിക്കലും നമ്മുടെ ശാരീരിക പുറമേയുള്ള ശുദ്ധീകരണത്തിലല്ല ദൈവം നോക്കുന്നത്. The Bible says in John chapter 4 verse number 24, God is spirit. എന്നാൽ ബൈബിൾ നാം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വചനം പറയുന്നു, ദൈവം ആത്മാവാകുന്നു. And we are also spirit beings living in our bodies. എന്നാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക, നാമും ഇതുപോലെ ആത്മാവുള്ള ആത്മജീവികളാണ്. ശരീരത്തിൽ വസിക്കുന്ന ആത്മജീവികളാണ് നാം ഓരോരുത്തരും.
Hallelujah. Hallelujah. So we should cleanse our spirit rather than cleansing our physical bodies. നമ്മുടെ പുറമേയുള്ള ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നമ്മുടെ അകത്തുള്ള ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണം. I always say this, sins can come out of our body, sins can come out of us only through the mouth. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പാപങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലൂടെ പുറത്തു വരാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലൂടെ പുറത്തു വരുന്ന നമ്മുടെ വായിലൂടെയാണ് പാപത്തിന് പുറത്തു വരാൻ സാധിക്കുന്നത്. That means when you repent of your sins and when you confess it before the Lord, Lord, I'm wrong, I'm really giving up my sin, forgive me. When you confess your sins one by one, all the sins will go out. ഓർക്കുക, നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ അത് പുറത്തു പോകണമെങ്കിൽ നമ്മുടെ വായ കൊണ്ട് മാനസാന്തരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വായ കൊണ്ട് നാം ഏറ്റു പറയുമ്പോൾ നമ്മുടെ വായിലൂടെ നാം പറഞ്ഞു ചെയ്തിട്ടുള്ള പാപങ്ങൾ ഓരോന്നും പുറത്തേക്ക് പോകും. Even in the Old Testament, God insisted that the people should confess their sins before they sacrificed an animal or bird in the holy sanctuary. പഴയ നിയമത്തിൽ പോലും ജനങ്ങൾ അവർ ചെയ്തിട്ടുള്ള പാപങ്ങൾ അവർ അർപ്പിക്കാൻ പോകുന്ന യാഗമൃഗമാകട്ടെ യാഗപക്ഷിയാകട്ടെ യാഗവസ്തുവിന്റെ മുൻപിൽ വെച്ച് ആ പാപങ്ങൾ അവർ ഏറ്റുപറയേണ്ടിയിരുന്നു. Suppose they were sacrificing a lamb on the altar. ഉദാഹരണമായിട്ട് അവർ ഒരു യാഗപീഠത്തിൽ ഒരു കുഞ്ഞാടിനെയാണ് യാഗമർപ്പിക്കുന്നതെന്ന് കരുതുക. Before they ever sacrificed it, cut it, they had to confess all their sins and impute all the sins upon the animal and then sacrifice. അവിടെ യാഗമർപ്പിക്കാൻ വരുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? യാഗം തുടങ്ങുന്നതിന് മുൻപ് അവരുടെ പാപങ്ങൾ ആ വ്യക്തി ഏറ്റു പറഞ്ഞിട്ട് ആ പാപങ്ങൾ മുഴുവൻ ആ യാഗവസ്തുവിൽ കുറ്റാരോപിതനാക്കിയതിന് ശേഷമായിരിക്കണം ആ വസ്തുവിനെ വെട്ടിമുറിച്ച് യാഗമാക്കേണ്ടത്. John 1:29, John the Baptist declared to the whole world, behold the Lamb of God who takes away the sins of the world. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ യോഹന്നാൻ സ്നാപകൻ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Hallelujah. Hallelujah. So Jesus is our sin carrier. അപ്പോൾ യേശു നമ്മുടെ പാപത്തെ ചുമന്നൊഴിച്ചവനാണ്. Hello brothers and sisters. സഹോദരന്മാരെ സഹോദരിമാരെ, Look at me please. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. If you are carrying the burden of your sins, let me tell you as your brother, you don't need to carry it. There is a sin carrier. ഓർക്കുക, ഇന്നും നിങ്ങളുടെ പാപത്തിന്റെ ഭാരം, പാപത്തിന്റെ വേദന നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം സഹോദരനായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അത് ചുമക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാപങ്ങൾ ചുമന്നൊഴിച്ച ഒരുവനുണ്ട്, അവനാണ് യേശു. Hallelujah. Hallelujah. So this is the first thing that we should do when we come closer to God. യേശുവിനോട് അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. Confess, repent of and confess all the sins before the Lord. മാനസാന്തരപ്പെട്ട് സകല പാപത്തെയും യേശുവിനോട് ഏറ്റുപറയുക. The second thing is this, take the sacrificial blood and then enter the presence of God. രണ്ടാമത്തെ പടി എഴുതി വെക്കുക, യാഗരക്തവും എടുത്തുകൊണ്ട് ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുക. Ephesians chapter number 2, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം verse number 13. അതിന്റെ 13-ാമത്തെ വചനം. But now in Christ Jesus, you who once were away from heaven, brought near through the blood of Christ. അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ ക്രിസ്തു യേശുവിൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. The first thing I gave you is about the things that you should not carry when you go to the presence of God. ദൈവ സാന്നിധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകാൻ
പാടില്ലാത്ത കാര്യം എന്താണ്? അതാണ് ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചത്. Now the second thing is what you should carry when you enter the presence of God. എന്നാൽ രണ്ടാമതായിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എന്താണ് കൊണ്ടുപോകേണ്ടത്? The sacrificial blood of Jesus. യേശുക്രിസ്തുവിന്റെ യാഗരക്തം. Hallelujah. Hallelujah. What you should not carry? എന്ത് നിങ്ങൾ കൊണ്ടുപോകരുത്? Sins. പാപം. Hallelujah. Hallelujah. First transfer your sins to the Lamb of God. ആദ്യം നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ കുഞ്ഞാടിലേക്ക് കൊടുത്ത് കൈമാറുക. Then you are sin free. അപ്പോൾ നിങ്ങൾ പാപമോചിതരായി. Then you take the blood of Jesus. അതിനുശേഷം യേശുവിന്റെ യാഗരക്തം എടുക്കുക. The blood of Jesus that I'm speaking today is the spiritual blood of Jesus. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന യേശുവിന്റെ രക്തം എന്നുള്ളത് അവന്റെ ആത്മീയ രക്തത്തെ കുറിച്ചാണ്. Hallelujah. Hallelujah. By faith you believe in your heart that I believe in the blood of Jesus and I'm carrying the blood of Jesus when I enter the presence of God. നിങ്ങൾ ഹൃദയത്തിൽ വിശ്വാസത്താൽ തീരുമാനിക്കണം, ഞാൻ യേശുവിന്റെ വിശ്വാസ രക്തത്തെ എൻ്റെ കയ്യിലേക്ക് എടുത്തിരിക്കുകയാണ്. ആ രക്തവുമായിട്ടാണ് പിതാവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത്. ഈ നിൽക്കുന്ന ഈ ആൻറ്റിയുടെ പേര് സോഫി എന്നാണ്. തൻ്റെ ഹസ്ബൻഡിന് 24 വർഷമായി മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. 24 വർഷമായി. ആൻറ്റി പറയുന്നത് എങ്ങനെയാണ്, മദ്യപാനം മൂലം എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ വന്ന് വലിയ ഒച്ചപ്പാടും വലിയ വഴക്കുമെല്ലാം ഉണ്ടായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് സർക്കാരിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. മദ്യപാനം മൂലം അത് നഷ്ടപ്പെട്ടു. ഒരു വീടുണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടു. വീടും നഷ്ടപ്പെട്ടു. ബാംഗ്ലൂരിൽ ഒരൊറ്റ റൂമിൽ താനും തൻ്റെ മകനും ഹസ്ബൻഡും കിച്ചണും ബെഡ്റൂമും എല്ലാം ആ ഒരൊറ്റ റൂമാണ്. ആ റൂമിൽ 24 വർഷത്തോളം ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻറ്റി പറയുന്നത് ബ്ലെസ്സിങ് ടുഡേ താൻ കാണുവാനിടയായി. അങ്ങനെ കഴിഞ്ഞ വർഷം എറണാകുളം ബ്ലെസ്സിങ് സെൻറ്ററിൽ വിളിച്ച് പ്രയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. തൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ താൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ആൻറ്റി പറയുന്നത് എങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൽ തനിയെ ഒരു മാറ്റം കണ്ടു. മദ്യപിച്ചു വരുന്ന ശീലം പയ്യെ കുറച്ചു. ഇപ്പോൾ തൻ്റെ ഹസ്ബൻഡ് മദ്യപിക്കുന്ന ശീലം ഇല്ലാത്ത ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് 24 വർഷങ്ങൾക്ക് ശേഷം. That is a great victory of Jesus. അതുകൂടാതെ തൻ്റെ മകന് ഒരു ജോലിക്ക് വേണ്ടി ഏറെ നാളുകൾ പ്രാർത്ഥിച്ചു. പല കാര്യങ്ങളും ട്രൈ ചെയ്തു. പഠനത്തിന് ശേഷം പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്ന് ഇവിടെ മകനൊരു വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആൻറ്റി പറയാ, അതിനുശേഷം ഈ വർഷം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. Oh my God. Jesus entered this home. സാക്ഷ്യം പറഞ്ഞ എനിക്ക് വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു. ദൈവം എല്ലാം എനിക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം എനിക്ക് അതോടുകൂടി തന്നു. വീട് തന്നപ്പോൾ എല്ലാം തന്നു ദൈവം. അതുപോലെ തന്നെ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടെങ്കിൽ ദൈവനാമത്തിൽ എനിക്ക് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തോട് പറഞ്ഞു, ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടാലും ഞാൻ ഇവിടെ വരും സാക്ഷ്യം പറയടി എന്ന് പറഞ്ഞു. അമ്മമ്മയ്ക്ക് ഒറ്റയ്ക്ക് അറിയത്തില്ല, പാനക്കൊണ്ട് തലേ 2-3 പ്രാവശ്യം ആക്സിഡൻറ്റ് ഉണ്ടായത് എനിക്ക്. അമ്മമ്മയ്ക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാനിവിടെ വന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റിയ വണ്ടി നിർത്തിയത്. എന്നാൽ കൂടി ഞാനൊരു ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ ഇവിടെ ആരാധന നടക്കാൻ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അവർ ബൈക്കെ കൊണ്ടുവന്ന് പറഞ്ഞു വന്നത് ഒറ്റ വീട്ടിൽ ഒരൊറ്റ മുറിയിൽ ഒന്നുമില്ലാതെ ഈ 3 പേർ കഴിഞ്ഞിരുന്നു. പക്ഷേ യേശു പ്രാർത്ഥന കേട്ടു. ബ്ലെസ്സിങ് ടുഡേ പ്രയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. യേശു ആ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ വന്ന മാറ്റമാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഹോം അപ്ലയൻസസ് വീട്ടിൽ വന്ന് കയറാൻ തുടങ്ങി. മകന് ജോലിയിൽ ഗൾഫിൽ പ്ലേസ്ഡായി. ഭർത്താവിൻ്റെ മദ്യപാനം മാറി. എനിക്ക് തോന്നി ഇന്ന് പ്രസംഗിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം വാട്ട് ജീസസ് does when we cry is demonstrated through this testimony. എത്ര പേർ കൈകൾ ഉയർത്തി നന്ദി പറയും? കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ വീട്ടിൽ ചെയ്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി. എന്നാൽ ഞങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും ഇതുപോലെ കർത്താവ് ലക്ഷക്കണക്കിന് ഭവനങ്ങൾ
വിടുതലില്ലാതെ കിടക്കുന്നുണ്ട്. എത്ര പേർ എന്നോടൊപ്പം പ്രാർത്ഥിക്കും? രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് ഈ സാക്ഷ്യം കാണുമ്പോൾ നിങ്ങളുടെ വീട് ഇതുപോലെ തകർന്നു കിടക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ ഇതേ യേശു, ഈ ഒരു ആൻറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ യേശു നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവെ, ആ ഭവനങ്ങളിൽ ഇരുളുകൾ മാറട്ടെ. മദ്യപാനത്തിന് അടിമത്തത്തിലായിരിക്കുന്ന കുടുംബനാഥന്മാർ, മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. വീട്ടിൽ ആവശ്യമുള്ളത് വന്നു കയറട്ടെ. എല്ലാറ്റിലുപരിയായി യേശു കർത്താവിൻ്റെ നിത്യജീവൻ സ്വീകരിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ രക്ഷിക്കപ്പെട്ടവരായി അവർ ജീവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ബ്രദർ ഈസസിൻ്റെ പേര് ഷേർലി എന്നാണ്. താനൊരു ഡേ കെയർ സെൻ്ററിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തൻ്റെ അവിടുത്തെ ജോലി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെയെല്ലാം എടുത്ത്, അതിനെ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, കൊച്ചുകുട്ടികൾ, ആ കുഞ്ഞുങ്ങൾക്ക് മിൽക്കെല്ലാം ഫീഡ് ചെയ്യുക, ബോട്ടിലെല്ലാം, അങ്ങനത്തെ ജോലിയാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സിസ്റ്റർ പറഞ്ഞത് തനിക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് തൻ്റെ വലത്തെ കൈക്ക്, ഈ വലത്ത് കൈ ഷോൾഡർ മുതൽ താഴെ വരെ വല്ലാത്ത വേദനയും ഇങ്ങനെ കൈയെല്ലാം തരിച്ച് കയറുന്ന പോലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്ററിനെ ഈ ഒരു ജോലി എടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ആയുർവേദം ഡോക്ടറെ കണ്ടു, പരിശോധിച്ചു, അതുപോലെ ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം ട്രൈ ചെയ്തു, വേറെ ഒത്തിരി മാർഗ്ഗങ്ങൾ നോക്കി. പക്ഷെ ഒന്നിനും ഒരു കുറവും, ഈ മരുന്നുകളെല്ലാം കഴിച്ചിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ സിസ്റ്റർ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ സിസ്റ്റർ ഇവിടെ പങ്കെടുത്തിരുന്നു. അന്ന് ബ്രദർ ആരാധനയുടെ സമയത്ത്, രോഗികൾക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നു. അതായത് കൈയുടെ വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, ആ വേദന യേശു കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ട് ബ്രദർ ആ വാക്കുകൾ പറഞ്ഞ നിമിഷം ഈ സിസ്റ്ററിൽ ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായി. ഒരു ശരീരമെല്ലാം തണുക്കുകയും പതുക്കെ പതുക്കെ വിറക്കുവാനും തുടങ്ങി. അത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു. ഈ സിസ്റ്റർ പറയുന്നത് അതിനുശേഷം എന്താണോ തന്നെ 2 വർഷമായി ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ആ പ്രശ്നം, ആ രോഗം, അത് കർത്താവ് അന്നത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പൂർണ്ണമായി എടുത്തു മാറ്റി. ഇന്ന് അതേ ഡേ കെയറിൽ താൻ ജോലി എടുക്കുകയാണ്. തൻ്റെ കുഞ്ഞുങ്ങൾ എടുക്കുവാൻ ഒരു ബുദ്ധിമുട്ടില്ല. തൻ്റെ വീട്ടിലെ മുഴുവൻ ജോലിയും തൻ്റെ വലത്തെ കൈ കൊണ്ട് തനിക്ക് എടുക്കുവാൻ സാധിക്കുന്നു. തനിക്കൊരു കുഴപ്പവുമില്ല. പൂർണ്ണമായും ഇന്ന് യേശു കർത്താവ് സൗഖ്യമാക്കിയിട്ട് ആ സാക്ഷ്യമാണ് ബ്രദറിന്റെ തൊട്ടരികിൽ നിന്ന് ഈ സിസ്റ്റർ പറയുന്നത്. ഇവിടെ നിന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ഞാൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ 3ാമത്തെ റോയിലായിരുന്നു 1, 2, 3 ആ റോയിലാണ് ഇരുന്നത്. ഞങ്ങൾ ഫാമിലിയോടായിരുന്നു വന്നത്. എല്ലാവരും വന്നിട്ടുണ്ട്. അന്ന് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എനിക്ക് ആകുന്നില്ല. ഞാൻ കുറച്ച് സമയം ഉയർത്തും താത്തിടുമായിരുന്നു. ഈ വലത്തെ കൈ രണ്ട് കൈ ഉയർത്തണം. അപ്പോൾ വലത്തെ കൈ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കൈയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് ഇപ്പോൾ ഇവിടെ ഈ സാഹചര്യം സൗഖ്യം ലഭിക്കും. പെട്ടെന്ന് എനിക്ക് ഷിവറാകാൻ തുടങ്ങി. ബോഡിയിൽ ഷിവറായി, ഭയങ്കര ഒരു കുളിര് തോന്നി എനിക്ക്. പിന്നെ ഞാൻ വേഗം കണ്ണു തുറന്ന് നോക്കി, എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണോ, അതെന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ ബ്രദറിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. എന്നെയാണോ പറഞ്ഞേ, എന്നെ നോക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ വിശ്വസിച്ചു. പക്ഷെ ആ പ്രാർത്ഥന ഞാൻ വിശ്വസിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം ഞാൻ എല്ലാവരോടും ഫോൺ ചെയ്ത് പറഞ്ഞു എൻ്റെ കയ്യിൽ സൗഖ്യം ലഭിച്ചു. എനിക്ക് ആ വേദന ആ സമയത്ത് തന്നെ പോയി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്രദർ പറഞ്ഞതുപോലെ ഇപ്പൊ ജോലിയെല്ലാം ചെയ്യാൻ പറ്റും. ഞാനിപ്പം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അവരുടെ ഒരു ഇന്റർനാഷണൽ ലെവൽ ഒരു EMC സ്ക്വയർ എന്ന മഹാദേവപുര അവിടെ ഡേ കെയർ സെന്റർ അവർ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയും അവിടെ എനിക്ക് കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് തന്നെ നോക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. 2 years പല മെഡിക്കേഷൻസ് നടത്തി. പക്ഷെ കർത്താവ് പ്രവർത്തിച്ചപ്പോൾ ഇറ്റ് ടുക്ക് ഓൺലി എ ഫ്യൂ സെക്കൻഡ്സ്. കർത്താവെ, ഈ സഹോദരിയുടെ കണ്ണുനീരിൽ നീ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതിനായി ഞങ്ങൾ നന്ദി പറയും. ഇന്ന് കർത്താവെ, നന്ദിയോട് കൂടെ ഈ സ്റ്റേജിൽ യേശുവിനെ അവൾ ഉയർത്തിയല്ലോ. അതിനാൽ തന്നെ കർത്താവെ, നിൻ്റെ കൃപ, അനുഗ്രഹം ഇവളുടെ മേൽ വരട്ടെ. ഇവൾ യേശുവിൻ്റെ സാക്ഷിയായി അന്ത്യം വരെ ജീവിക്കട്ടെ. ഈ സാക്ഷ്യം കാണുന്നവരുടെ മേലും രോഗസൗഖ്യങ്ങൾ അത്ഭുതകരമായി ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ജീസസ്. ദൈവശക്തി എല്ലാവരുടെ മേലും ഇറങ്ങി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ഇപ്പോൾ കർത്താവേ, ദൈവത്തിൻ്റെ കൃപയും ശക്തിയും ഓരോ വ്യക്തിയിലും നിറയുന്നതിനാൽ നന്ദി പറയും. ഐ റിലീസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്
In the name of Jesus. ഇവളെ കർത്താവ് കൈകളുടെ ഉപയോഗിക്കണമേ. Yes, Father. Fill her with your glory. Fill her with a healing ministry. ഇവൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ സൗഖ്യമാകട്ടെ. Thank you, Lord. Let her be a great blessing to many people. In Jesus' name. Amen. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അകത്ത് വിശ്വസിക്കുക, ഇതെൻ്റെ ദിവസമാണ്. ഇന്ന് യേശു എനിക്കൊരു വിടുതൽ തരും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇത് കാണുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിൻ പോലെയുള്ള ഭയങ്കരമായ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. സമ്പൂർണ്ണ സൗഖ്യമാണ്, പാർഷ്യലല്ല. മൈഗ്രെയിൻ ഭയങ്കരമായി കൂടി വോമിറ്റ് ചെയ്യുകയും ദിവസങ്ങൾ കിടപ്പിലാകുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, സൈനസൈറ്റിസ് പ്രോബ്ലം ഉള്ളവർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. ജാൻസി എന്ന പേരുള്ളൊരു സഹോദരി, പ്രത്യേകിച്ച് ഈ മൈഗ്രെയിൻ പ്രോബ്ലത്തിൽ പ്രയാസപ്പെടുന്ന ജാൻസി, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തൈറോയിഡ് പ്രശ്നം അനുഭവിക്കുന്ന ചില വ്യക്തികൾ, അതോട് ചേർന്നുള്ള തൈറോയിഡിൻ്റെ മുഴകൾ, ഗോയിറ്റർ, ഇതെല്ലാം സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഈ വാരിയെല്ലുകൾക്ക് എന്തോ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ പ്രശ്നം കൊണ്ട് ശ്വാസകോശം ശ്വസിക്കുന്നതിൽ പോലും ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഏതോ ആക്സിഡൻറ്റ് സംഭവിച്ചു, ശരീരം ശരിയായ രീതിയിൽ പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല, ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അങ്ങനെയുള്ള ചിലരെ കർത്താവ് ഭയങ്കരമായൊരു വിടുതൽ നൽകി കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഐ ഫീൽ ഇറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങനെയുള്ള വ്യക്തികളെ സൗഖ്യമാക്കുന്നുണ്ട്. അസ്ഥികൾ ഒടിഞ്ഞതോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഭയങ്കരമായ ക്ഷതം ഏറ്റ വ്യക്തികൾ, അതുപോലെ ഓർമ്മ ശരിയായ രീതിയിൽ തിരിച്ചു വന്നിട്ടില്ലാത്തവർ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ എന്ന പേരുള്ളൊരു സഹോദരൻ ആക്സിഡൻറ്റിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുന്നു. വീട്ടുകാരൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സെബാസ്റ്റ്യൻ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, തിരുനാമത്തിൽ ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. അതുപോലെ കാലിൻ്റെ അസ്ഥിയിൽ എവിടെയോ കാൽസ്യം ഡെപ്പോസിറ്റ് ഉണ്ടായി, അതിനാൽ കാല് നിലത്ത് ചവിട്ടാൻ കഴിയാതൊക്കെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും, രോഗം എന്താണെങ്കിലും, വിഷയം ഏതാണെങ്കിലും ഇപ്പോൾ കൈനീട്ടി പിടിച്ച് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓരോ ദിവസവും ബ്ലെസ്സിങ് ടുഡേയിലൂടെ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അത് കുറിച്ച് വയ്ക്കുവാനുള്ള ഒരു പ്രത്യേകമായ ഒരു പുസ്തകം സെർമൺ നോട്ട് കീപ്പർ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ കോപ്പികൾ കരസ്ഥമാക്കാം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. നിങ്ങൾ കേൾക്കുന്ന സന്ദേശങ്ങൾ വളരെ ഓരോ പേജുകളും സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി വയ്ക്കാനും അതിൻ്റെ വിഷയങ്ങൾ ഇൻഡെക്സ് പേജുകളിൽ എഴുതി പേജ് നമ്പറോടൊപ്പം സൂക്ഷിക്കാനൊക്കെയുള്ള നല്ല ഒരു പുസ്തകമാണ്. ശുശ്രൂഷകർക്കും സ്വന്തം പ്രസംഗക്കുറിപ്പുകൾ ഉണ്ടാക്കി തയ്യാറാക്കി കീപ്പ് ചെയ്യാൻ ഒക്കെ വേണ്ടിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ അനൗൺസ് ചെയ്തതുപോലെ നമ്മുടെ സോങ് ബുക്ക് 1000-ലധികം സോങ്സാണ് ഇതിൻ്റെ അകത്ത് 4 ഭാഷകളിലുള്ളത്. വിഷയങ്ങൾ അനുസരിച്ച് അത് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആദ്യത്തെ
ഓഡിയോ CD ആരാധനാ ഗീതങ്ങളുടെ 55 പാട്ടുകൾ ഉള്ള ലൈവ് വർഷിപ്പ്, സാധാരണ നമ്മൾ പാടി കർത്താവിൽ സന്തോഷിക്കുന്ന പാട്ടുകളെല്ലാം ഇതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരെ, അങ്ങനെ പറയുന്നത് ശരിയല്ല, ലക്ഷക്കണക്കിന് പേരെ അനുഗ്രഹിച്ച ഒരു പുസ്തകമാണ് എൻ്റെ പ്രാർത്ഥനാ ഡയറി. നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കുക. വചനം പഠിക്കുവാൻ ആശിഷമാരി കഥയിലൂടെ വചനം പഠിക്കാനുള്ള പുസ്തകമാണ്. ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് ഇന്ന് തന്നെ വിളിക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും പറയണം. കർത്താവ് അതിന് പ്രതിഫലം നൽകും. ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: അസ്ഥികൾക്ക് ദ്രവത്വം എന്ത്? വാട്ട് ഡസ് ഡ്രൈനെസ് ടു ദി ബോൺസ്? ഓപ്ഷൻസ്: എ അസൂയ, ബി വഴക്ക്, സി ദേഷ്യം, ഡി സങ്കടം. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.